തെരഞ്ഞെടുപ്പ് മാമാങ്കത്തിന് തിരശ്ശീല ഉയർന്നു കഴിഞ്ഞു. നമ്മൾ എല്ലായിടത്തും ഇറങ്ങി നടക്കുമ്പോൾ കാണുന്നുണ്ട് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളും സ്വതന്ത്ര സ്ഥാനാർത്ഥികളും ഇഞ്ചോടിഞ്ച് മത്സരിക്കാനുള്ള ഓട്ടത്തിലാണ്. പ്രചാരണത്തിന് മുന്നിൽ നിന്ന് നയിക്കുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് കൊടിതോരണങ്ങൾക്കും പൂമാലകൾക്കുമൊക്കെയാണ്, സംശയമില്ലല്ലോ. ഇലക്ഷൻ എത്തിയതോടെ ആലപ്പുഴ വഴിച്ചേരി മാർക്കറ്റിലെ റഷീദക്കയും കുടുംബവും വലിയ തിരക്കിലാണ്. കാരണം ഈ ജില്ലയിലെ ആസ്ഥാന കൊടിതോരണ തയ്പ്പുകാർ അവരാണ്. ഒന്നും രണ്ടുമല്ല, 15 വർഷം. അതിനിടയിൽ എത്രയെത്ര സ്ഥാനാർത്ഥികൾ, രാഷ്ട്രീയ പാർട്ടികൾ റഷീദിക്കയും ജുബൈരയും തേടി വഴിച്ചേരിയിലെ ഈ കടയിലെത്തി. എല്ലാവർക്കും വേണ്ടത് ജയത്തിന് മുന്നിൽ പാറിക്കളിക്കേണ്ട കൊടികളാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്തും സ്ഥിതി വ്യത്യസ്തമല്ല. കൊടിതോരണങ്ങൾക്കിടയിൽ എല്ലാവർക്കും വിജയാശംസകൾ പകർന്നുകൊണ്ട് പ്രചാരണായുധങ്ങൾ മെനയുകയാണവർ. തെരഞ്ഞെടുപ്പ് കാലമായി അല്ലേ? ഇനിയിപ്പോ ചൂട് പിടിച്ച വർക്കുമായിരിക്കും. എല്ലാം റെഡിയാണോ? എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. നല്ല മഴ കച്ചവടം തുടങ്ങിയിട്ടുണ്ട്. ഒരവസ്ഥ, ഇത്തവണത്തെ ഒരു തെരഞ്ഞെടുപ്പിന്റെ അവസ്ഥ എങ്ങനെ? ഓരോ വർഷം കൂടുന്തോറും ഇത്തരത്തില് കൊടിതോരണങ്ങളൊക്കെ വാങ്ങുന്നതിന്റെ അളവൊക്കെ കൂടുന്നുണ്ടോ? അതോ ഇപ്പൊ ഒന്നും അറിഞ്ഞോട്ടെ. ഇപ്പൊ നോമിനേഷൻ കൊടുക്കുന്നേ ഉള്ളല്ലോ. നാളെ കൊടുത്തു കഴിഞ്ഞാലേ അറിയാനൊക്കെ ഉള്ളു എങ്ങനെയാണെന്ന്. അത് കച്ചവടമൊക്കെ ഉണ്ടാവും. ഞങ്ങളെല്ലാം സ്റ്റോക്ക് ചെയ്തോണ്ടിരിക്കുക. സാധനം എല്ലാം ചെയ്തിരിക്കുകയാണ്. എല്ലാം തയ്ച്ചോണ്ട്. പ്രവാസ ജീവിതം അവസാനിപ്പിച്ചാണ് നാട്ടിലേക്ക് മടങ്ങിയത്. യാദൃച്ഛികമായി ഒരു കൊടി തയ്ച്ചു. പിന്നെ തങ്ങ് ജീവിതത്തിന്റെ ഭാഗമായി മാറി. 1980 പോയി 2010 തിരിച്ചു വന്നു. അനീഷ് കട ഇവിടെ ഉണ്ടായിരുന്നു. 80 പോയ ആളാണ്. എവിടെയായിരുന്നു? സൗദി അറേബ്യയിൽ. 2010 തിരിച്ചു വന്നു. അപ്പോൾ ഈ തയ്യക്കട അന്ന് ഇവിടെ ഉണ്ടായിരുന്നു. തയ്യലായിരുന്നു. അങ്ങനെ പാർട്ടിയുടെ സമ്മേളനം വന്നപ്പോൾ അവർക്ക് കൊടി തയ്ച്ചതാണ് ഇത് തുടക്കമായത്. ഇത് പാർട്ടി സമ്മേളനം ഒരു 15 വർഷത്തിന് മുമ്പ് CPIയുടെ സമ്മേളനം ആലപ്പുഴയാണ്. അപ്പോഴും മുതലേ ഇത് തുടങ്ങിയത്. ആദ്യമായിട്ട് അന്നാണോ കൊടി തയ്ക്കുന്നത്? കൊടി തയ്ക്കുന്നത്. അതിന് ഡ്രസ്സുകളൊക്കെ തയ്ച്ചു. ആലപ്പുഴയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കൊടിതോരണങ്ങൾ വിൽക്കുന്ന ഒരു കടയാണ് അല്ലെ? എല്ലാവരും വരുന്നത് ഇവിടെയാണ്. എല്ലാവരും വരുന്നത് ഇവിടുന്നാണ്. ഓർഡറൊക്കെ വന്ന എന്തുമാത്രം ഓർഡർ ഉണ്ട്? ഒത്തിരി ഓർഡർ ഉണ്ട്. നമ്മൾ ആരുടെയൊക്കെയാ കൊടി തയ്ക്കുന്നത്? എല്ലാവരുടെയും തയ്ക്കുന്നുണ്ട്. എല്ലാവരുടെയും എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുടേതും ഉണ്ട്. സംഘടനകളുണ്ട്. സ്വതന്ത്രന്മാരൊക്കെ വരുമ്പോ എന്ത് ചെയ്യും? സ്വതന്ത്രന്മാർ അവരാവശ്യപ്പെടുന്നത് തയ്ച്ചു കൊടുക്കും. അവർക്ക് ചിഹ്നം കൊടി ചിഹ്നമാണെന്നുണ്ടല്ലോ, അത് തയ്ച്ചു കൊടുക്കും. ബാക്കിയുള്ളവരുടെയൊക്കെ തയ്ച്ച് റെഡിയാക്കി വെച്ചിരിക്കുക. അളവുകൾ, വലിപ്പം, വില എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കൊടികളെ സംബന്ധിച്ച്. തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് 5 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഒന്നാണ് അല്ല? അപ്പൊ നിങ്ങളുടെ ബിസിനസ് 5 വർഷത്തിലൊരിക്കൽ. അതുകൂടാതെ ഈ സംഘടനയുടെ പള്ളി പെരുന്നാളുണ്ട്, ക്രിസ്ത്യൻ പള്ളി പെരുന്നാൾ, അമ്പലങ്ങളിൽ ഉത്സവം, അതിനുള്ള സാധനങ്ങളൊക്കെ തയ്ച്ചു കൊടുക്കുന്നുണ്ട്. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ എല്ലാ സംഭവങ്ങളും ഇവിടെയുണ്ട്. അതായത് വിവിധ മതവിഭാഗങ്ങളുടെ ഉണ്ട്, രാഷ്ട്രീയ പാർട്ടികളുടെ ഉണ്ട്, എല്ലാത്തിനും റെഡിയാണ്. അതെ അതെ, എല്ലാവരുടെയും റെഡിയാണ്. നമ്മൾ ഈ കൊടികളൊക്കെ തയ്ക്കുമ്പോഴേ എന്തെങ്കിലും ഇതിന്റെ അളവ് ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ? അതെന്താ? അളവുണ്ട്, 3-2 അളവൊക്കെ ഉണ്ട്. അതൊന്ന് പറഞ്ഞു തരുമോ? 3-2 അളവ്, പിന്നെ 4-3 അളവ്, ഇങ്ങനെ ഒരേ അളവുണ്ട്. ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെ കൊടികൾക്ക് വ്യത്യാസം അതൊന്നും ഇല്ല. എങ്ങനെയാണ്? 3-2 സാധാരണ കൊടിയുടെ അളവ്. 3-2 അതെല്ലാ കൊടികളും. 3-2 എന്ന് പറയുമ്പോ എങ്ങനെയാണ് അതിന്റെ വീതി? 3 അടി നീളം, 2 അടി വീതി. പിന്നെ അവരുടെ അതനുസരിച്ച് വലുതാക്കി തയ്ച്ചു കൊടുക്കും. വളരെ രസകരമായ ഒരു ദൃശ്യങ്ങളാണ്. കാരണം ഇതിനകത്തേക്ക് കയറുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുപോലെ ആണ് എന്നുള്ളതാണ് അതിനകത്തൊരു പ്രത്യേകത. അവരെല്ലാവർക്കും ഒരേപോലെ പ്രയോറിറ്റി കൊടുക്കുന്നു. ഒപ്പം തന്നെ ഈ കടയ്ക്കും ഇവരൊക്കെ ഒന്നും വലിയ മാറ്റങ്ങളൊന്നുമില്ല. വർഷങ്ങളായി ഇവർ ഇങ്ങനെ തന്നെ തുടരുന്നു. ഓരോ രാഷ്ട്രീയ പാർട്ടികളും മാറുന്നു, പുതിയ രാഷ്ട്രീയ പാർട്ടികൾ ഉദയം ചെയ്യുന്നു. പക്ഷെ അപ്പോഴും എല്ലാം ഇവിടെ ലഭ്യമാണ് എന്നുള്ളതാണ്. എന്തായാലും തെരഞ്ഞെടുപ്പിലെ മറ്റൊരു ആവേശകരമായ കാഴ്ചയാണ് ആലപ്പുഴ മുനിസിപ്പൽ റോഡിൽ നിന്നും ഉള്ളത്. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18, ആലപ്പുഴ.